മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. 3 ബൈസൈക്കിൾ അത് നമ്മൾ ഒരേപോലെ നിർത്തിക്കൊണ്ട് അതിനെ ഒന്ന് കമ്പയർ ചെയ്യാൻ പോവുകയാണ്. പലപ്പോഴും നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്, എന്നാൽ ഒരു കമ്പാരിസൺ വീഡിയോ ശരിക്കും നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതും 20-30,000 റേഞ്ചിലുള്ള ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന വണ്ടികളാണ് 20,000-30,000 റേഞ്ചിലുള്ള ഹൈബ്രിഡ് സൈക്കിൾസ്. ഇങ്ങനെയുള്ള ഹൈബ്രിഡ് സൈക്കിൾസ് ഒന്ന് കമ്പാരിസൺ ചെയ്യാൻ നമ്മൾ പോവുകയാണ്. 3 വണ്ടികളാണ് ഞാൻ ഇന്നിവിടെ വെച്ചിരിക്കുന്നത്. ഫയർഫോക്സിൻ്റെ മിറ്റിയോർ എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വണ്ടിയുണ്ട്, കോസ്മിക്കിൻ്റെ റീഗൽ ഉണ്ട്, അതുപോലെ തന്നെ 91ൻ്റെ ട്രൂപ്പർ എന്ന് പറയുന്ന വണ്ടിയുമുണ്ട്. ഈ 3 വണ്ടികളാണ് നിങ്ങളെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഫയർഫോക്സിൻ്റെ മിറ്റിയോർ എന്ന് പറയുന്നത് 29,900 വരുന്ന വണ്ടിയാണ്. ആ ബൈസൈക്കിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ അകത്ത് 3 ഫ്രെയിം സൈസ് അവൈലബിൾ ആണ്. വ്യത്യസ്തമായ റേഞ്ചിലുള്ള, അതായത് ഹൈറ്റിലുള്ള ആളുകൾക്ക് അത് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ മറ്റ് 2 വണ്ടികളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ റീഗലിൻ്റെ അകത്ത് നമുക്ക് ഒറ്റ ഫ്രെയിം സൈസേ വരുന്നുള്ളൂ. റീഗലിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട് മുകളിൽ, നിങ്ങൾക്കിപ്പോൾ ആ ലിങ്കിൽ വേണമെങ്കിൽ കയറാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത വണ്ടി എന്ന് പറയുന്നത് നമുക്ക് 91ൻ്റെ ട്രൂപ്പർ എന്ന് പറയുന്നതാണ്. അതിൻ്റെ കോസ്റ്റ് വരുന്നത് 27,200 ആണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത്. ശരിക്കും ഈ വീഡിയോ ചെയ്യുമ്പോഴുള്ള കോസ്റ്റാണ്. നാളത്തെ കോസ്റ്റ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ബൈസൈക്കിളിനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ബാഡ് ആറ്റിറ്റ്യൂഡിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ബാഡ് ആറ്റിറ്റ്യൂഡിൻ്റെ കോസ്റ്റ് 12,800 ആയിരുന്നു. ഇന്ന് ബാഡ് ആറ്റിറ്റ്യൂഡിൻ്റെ കോസ്റ്റ് മാറി 13,700 പോയിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസവും ബൈസൈക്കിളിൻ്റെ പ്രൈസ് നമ്മൾ ചിലപ്പോൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ പ്രൈസ് കൂടിയെന്നിരിക്കാം. അപ്പോൾ പ്രൈസിനെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. ഇനി കോസ്മിക് റീഗലിൻ്റെയാണ്. കോസ്മിക് റീഗലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് വരുന്നത് 25,000 റുപ്പീസാണ് റീഗലിൻ്റെ കോസ്റ്റ് വരുന്നത്. അപ്പോൾ പ്രൈസ് ബേസ് ഉള്ള കമ്പാരിസൺ നമ്മൾ ഇവിടെ കൊണ്ട് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെയും സ്പെക്ക് ബേസ് ഉള്ള കമ്പാരിസൺ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് 3ഉമാണ് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുന്ന ബൈസൈക്കിൾസ്. ഇതാണ് മിറ്റിയോർ. വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫ്രെയിം ഡിസൈനാണ് നമുക്ക് ഇത്തവണ മിറ്റിയോറിൽ കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ നമുക്ക് ഇതിനു മുമ്പ് ബർഗമൗണ്ട് സ്വീപ്പിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഫ്രെയിമാണ് നമുക്ക് മിറ്റിയോറിലും കാണുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് 3 സൈസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 2 കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഈ ഒരു കളറും വരുന്നുണ്ട്, ബ്ലൂവും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഗ്രീനും വരുന്നുണ്ട്. ഇനി വരുന്നത് കോസ്മിക്കിൻ്റെ റീഗലാണ്. ഇതിൻ്റെ അകത്ത് 3 കളേഴ്സ് വരുന്നുണ്ട്. റെഡ് വരുന്നുണ്ട്, ബ്ലൂ വരുന്നുണ്ട്, ബ്ലാക്ക് ഓറഞ്ച് വരുന്നുണ്ട്. അങ്ങനെ 3 കളേഴ്സ് വരുന്നുണ്ട്. ഇനി നമുക്ക് ട്രൂപ്പറാണ് നോക്കുന്നത്. ട്രൂപ്പറിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഗ്രേ കളറുമുണ്ട്, അതുപോലെ തന്നെ ബ്ലാക്കും ഗ്രീനും ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ കൂടി വരുന്നുണ്ട്. നമുക്ക് ഈ 3 വണ്ടികളും വരുന്നത് 6061 അലോയ്സ് ആണ്. നമുക്കിതിൻ്റെ വെൽഡിംഗ് ആണ് നോക്കേണ്ടത്. ആദ്യം നമ്മൾ ഫയർഫോക്സ് മിറ്റിയോർ ആണ് നോക്കുന്നത്. മിറ്റിയോറിൻ്റെ വെൽഡിംഗ് കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ കോസ്മിക്കിലേക്ക് വന്നു. കോസ്മിക്കിൻ്റെ വെൽഡിങ്ങും കണ്ടു. നമ്മൾ നേരെ ട്രൂപ്പറിലേക്ക് പോവുകയാണ്. ഈ 3 വെൽഡിങ്ങും നമ്മൾ കണ്ടു. ഈ 3 വെൽഡിങ്ങും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഏതാണ്ട് ഇത് 3ഉം ഒക്കെ ഒരു അമ്മ പെറ്റ മക്കളെ പോലെ തന്നെയാണ്. വലിയ വ്യത്യാസങ്ങളൊന്നും നമുക്ക് ഈ ഫ്രെയിമിൽ കാണാൻ സാധിക്കുന്നില്ല. ഇനി നമ്മൾ ഈ 3 വണ്ടിയുടെ ഷോക്ക് ഒബ്സേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. നമുക്ക് ട്രൂപ്പറിൻ്റെ അകത്ത് വരുന്നത് സൂമിൻ്റെ ഷോക്കാണ്, അതുപോലെ തന്നെ ലോക്കബിൾ ടൈപ്പാണ് വരുന്നത്. അത് 50 mm ആണ് വരുന്നത്. ഇതേ സെയിം തന്നെയാണ് നമുക്ക് കോസ്മിക്കിൻ്റെ റീഗൽ എടുത്താലും വരുന്നത്. ലോക്കബിൾ ടൈപ്പ് തന്നെയാണ് വരുന്നത്. 60 mm ആണ് വരുന്നത്. സൂമിൻ്റെ ആണ് വരുന്നത്. ഫയർഫോക്സിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് സൂമിൻ്റെ ഷോക്കല്ല വരുന്നത്, മോസോ എന്ന് പറയുന്നൊരു ബ്രാൻഡാണ് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഷോക്ക് ലോക്കബിൾ ടൈപ്പാണ്. മറ്റേതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഈ ഒരു ഷോക്കിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ശരിക്കും ഇവർ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത് 50 mm ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിത് മെഷർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിത് 100 mm ഫോർക്കാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതുപോലെ തന്നെ ഞാൻ കണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സാധാരണ നമുക്ക് MDBയിൽ കാണുന്ന രീതിയിലുള്ള ഒരു ഫോർക്കാണ് നമുക്ക് ഈ മിറ്റിയോറിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നത്. ശരിക്കും ഒരു 35C ടയർ കിടക്കുമ്പോഴത്തേക്കും എന്തോ ഒരു നമ്മൾ സാധാരണഗതിയിൽ പലരും അപ്ഗ്രേഡ് ചെയ്യത്തില്ലേ, സൈക്കിൾ MDB അപ്ഗ്രേഡ് ചെയ്ത് ഹൈബ്രിഡ് ആക്കുന്നു. ആ സമയത്ത് കാണുന്ന രീതിയിലുള്ള ഒരു ടയർ ഷോക്ക് കോമ്പിനേഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ശരിക്കും ഈ 60 mm ട്രാവൽ ഫോർക്കിലേക്ക് വരുമ്പോഴത്തേക്കും അങ്ങനെയൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഫോർക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഷിഫ്റ്റേഴ്സിലേക്കാണ്. ഈ 3 വണ്ടികളുടെ ഷിഫ്റ്റേഴ്സാണ് നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഫയർഫോക്സിൻ്റെ അകത്ത് വരുന്നത് മൈക്രോ ഷിഫ്റ്റേഴ്സാണ്. 3x7 എന്നുള്ളൊരു കോമ്പിനേഷനിലാണ് വരുന്നത്. ഇതേ സെയിം സ്പെക്ക് തന്നെയാണ് നമുക്ക് റീഗലിൻ്റെ അകത്തും വരുന്നത്. മൈക്രോ ഷിഫ്റ്റേഴ്സാണ് വരുന്നത്. എന്നാൽ നമ്മൾ ട്രൂപ്പറിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഷിമാനോ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു വണ്ടി കാണാൻ കഴിയുന്നു. അത് 3x7 എന്നുള്ളൊരു കോമ്പിനേഷൻ തന്നെയാണ് വരുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്ന ഈ 3 വണ്ടിയുടെ സ്റ്റെമ്മുകളാണ്. നമ്മൾ ഇതേണ്ട ഫയർഫോക്സിൻ്റെ സ്റ്റെമ്മ് കാണുന്നു. അഡ്ജസ്റ്റബിൾ സ്റ്റെമ്മാണ് വരുന്നത്, നെക്കോടെ സ്റ്റെമ്മാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ കോസ്മിക്കിലെത്തിയാലും നെക്കോടെ സ്റ്റെമ്മാണ്, അഡ്ജസ്റ്റബിൾ അല്ല. ഇനി നമ്മൾ ട്രൂപ്പറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തും അഡ്ജസ്റ്റബിൾ സ്റ്റെമ്മാണ് വരുന്നത്. അതുപോലെ തന്നെ കുറച്ചും കൂടി സൂമിൻ്റെ സ്റ്റെമ്മാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് ഹാൻഡിൽ ബാസ് നോക്കിക്കഴിഞ്ഞാൽ 3ൻ്റെയും അലോയ് ഹാൻഡിൽ ബാസ് ആണ് വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്.
ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രിപ്പ് നോക്കേണ്ടത്. ഗ്രിപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, കോസ്മിക്കിൻ്റെ ഗ്രിപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ക്വാളിറ്റി ഒരല്പം മോശമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റ് 2 ഗ്രിപ്പുകളും അത്യാവശ്യം നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് ഈ 3 വണ്ടിയുടെയും ടയേഴ്സ് വരുന്നത് 735C ആണ് വരുന്നത്. ഫയർഫോക്സിലാകുമ്പോൾ നമുക്ക് വരുന്നത് കോമ്പസിൻ്റെ ടയറും, കോസ്മിക്കിലാകുമ്പോൾ നമുക്ക് വരുന്നത് കെൻഡായുടെ ടയറും, അതുപോലെ തന്നെ 91ലാകുമ്പോൾ നമുക്ക് വരുന്നത് DSIയുടെ ടയറുമാണ്. 3 വണ്ടിയിലും നമുക്ക് ഡബിൾ വാൾ അലോയ് റിംസ് കാണാൻ കഴിയുന്നു. അലോയ് റിംസിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കോസ്മിക് റീഗൽ എടുത്താലും 91 എടുത്താലും ആ ഭംഗി കൂടുതൽ ഇതിന് രണ്ടുമാണ് പറയേണ്ടിയിരിക്കുന്നു. ഫയർഫോക്സിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഡബിൾ വാൾ അലോയ് റിംസാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ സ്പോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 3 വണ്ടിയിലും നമുക്ക് 36 ഹോൾസാണ് വരുന്നത്. വാൾസ് ആണെങ്കിലും നമുക്ക് 3 വണ്ടിക്കും വരുന്നത് ഓട്ടോ വാൾവ് തന്നെയാണ് നമുക്ക് 3 വണ്ടിയിലും കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ 3 വണ്ടിയുടെയും ഹബ്ബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 3 വണ്ടിക്കകത്തും നമുക്ക് സ്റ്റീൽ ഹബ്ബാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് ഡിസ്ക് ബ്രേക്കാണ് നോക്കേണ്ടത്. ഡിസ്ക് ബ്രേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫയർഫോക്സിൻ്റെ അകത്ത് വരുന്നത് ജാക്കാണ്. അതുപോലെ തന്നെ നമുക്ക് കോസ്മിക് എടുത്തു കഴിഞ്ഞാൽ ഇങ് വിങ് എന്തോ ഒരു പേരാണ്, നമുക്ക് ഇതുവരെ കേട്ട് പരിചയമില്ലാത്തൊരു പേരാണ്. വീണ്ടും നമ്മൾ ട്രൂപ്പറിലേക്ക് വരുമ്പോഴും ജാക്കിൻ്റെ തന്നെയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ 2 വണ്ടിക്കകത്തും വരുന്ന ട്രൂപ്പറിൻ്റെ അകത്തും ഫയർഫോക്സിൻ്റെ അകത്തും വരുന്ന ബ്രേക്ക് കുറച്ച് ബ്രാൻഡഡ് ആണ് വരുന്നത്. കോസ്മിക്കിൻ്റെ അകത്ത് വരുന്നത് അത് ലോക്കലാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി നമ്മൾ ക്രാങ്കിലേക്കാണ് പോകുന്നത്. ഫയർഫോക്സിൻ്റെ അകത്ത് വരുമ്പോൾ നമുക്ക് ക്രാങ്കിൻ്റെ അകത്ത് ബ്രാൻഡോ കാര്യങ്ങളോ ഒന്നും കാണാൻ കഴിയുന്നില്ല. ഇതിൻ്റെ ക്രാങ്കിൻ്റെ സൈസ് വരുന്നത് 28, 38, 48 ഇനി നമ്മൾ നേരെ കോസ്മിക്കിലേക്കാണ് പോകുന്നത്. 24, 34, 42 എന്നുള്ള സൈസിലുള്ള ക്രാങ്കാണ് നമുക്ക് കോസ്മിക്കിൻ്റെ അകത്ത് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരെ ട്രൂപ്പറിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രോവീലിൻ്റെ തന്നെ ക്രാങ്കാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് വരുന്നത് 28, 38, 48 ഈ ഒരു നമ്പറിലുള്ള ക്രാങ്കാണ് നമുക്ക് ട്രൂപ്പറിൻ്റെ അകത്തും കാണാൻ കഴിയുന്നത്. അപ്പോൾ ക്രാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫയർഫോക്സിൻ്റെ അകത്താണ് നമുക്ക് ബ്രാൻഡഡ് അല്ലാത്ത ക്രാങ്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ ഫ്രണ്ട് ഡിറൈലേഴ്സിലേക്കാണ് പോകുന്നത്. ഫ്രണ്ട് ഡിറൈലേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫയർഫോക്സിൻ്റെ അകത്ത് നമുക്ക് വരുന്നത് മൈക്രോ ഷിഫ്റ്റാണ്, എൻട്രി ലെവൽ മൈക്രോ ഷിഫ്റ്റാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ കഴിയുന്നത്. നമ്മൾ നേരെ കോസ്മിക്കിലേക്ക് പോകുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് മൈക്രോ ഷിഫ്റ്റ് തന്നെയാണ്. എന്നാൽ നമ്മൾ ട്രൂപ്പറിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഷിമാനോ ടേണി ഫ്രണ്ട് ഡിറൈലേഴ്സാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ ചെയിൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫയർഫോക്സിൻ്റെ അകത്തും അതുപോലെ തന്നെ നമ്മുടെ കോസ്മിക്കിൻ്റെ അകത്തും നോക്കിക്കഴിഞ്ഞാലും നമുക്ക് സാധാ ചെയിനാണ് കാണുന്നത്. നമ്മൾ ട്രൂപ്പറിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ KMCയുടെ ചെയിനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴും നമ്മുടെ കമ്പാരിസണിൽ ട്രൂപ്പർ തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത്. ഇനി നമ്മൾ ഫ്രീ വീൽ നോക്കുകയാണെങ്കിൽ 14, 28 എന്നുള്ള കോമ്പിനേഷനിലാണ് നമുക്ക് ഫയർഫോക്സിൻ്റെ അകത്ത് ഫ്രീ വീൽ വരുന്നത്. അത് ഇൻഡെക്സിൻ്റെ ഫ്രീ വീലാണ് വരുന്നത്. ഇനി നമ്മൾ കോസ്മിക് എടുത്ത് നോക്കിയാലും നമുക്ക് ഇതിൻ്റെ അകത്ത് ഇൻഡെക്സിൻ്റെ ഫ്രീ വീലാണ് വരുന്നത്. അതുപോലെ തന്നെ 14, 28 തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. എന്നാൽ നമ്മൾ ട്രൂപ്പറിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഷിമാനോയുടെ ഫ്രീ വീലാണ് കാണാൻ കഴിയുന്നത്. 14, 28 തന്നെയാണ് ഇതിൻ്റെയും സൈസ് വരുന്നത്. ഇനി നമ്മുടെ അടുത്ത കമ്പാരിസൺ എന്ന് പറയുന്നത് റിയർ ഡീറൈലേഴ്സ് ആണ്. ഇതിൻ്റെ അകത്ത് മൈക്രോ ഷിഫ്റ്റാണ് വരുന്നത്. അതുപോലെ തന്നെ മിസോ സീരീസിൽപ്പെട്ടാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നത്. നമ്മളിനി കോസ്മിക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് മറുവോ സീരീസ് എന്ന് പറയുന്ന സീരീസ് ആണ് വരുന്നത്. ലോങ് ഗേജ് ആണ് വരുന്നത് കാണാൻ സാധിക്കുന്നത്. ട്രൂപ്പറിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷിമാനോ ടേണി കാണാൻ കഴിയുന്നു. ഇനി നമ്മളിതിൻ്റെ സീറ്റും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഓൾമോസ്റ്റ് ഒരേപോലത്തെ ക്വാളിറ്റി തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നുമില്ലാത്ത ക്വാളിറ്റിയാണ് നമുക്ക് ഈ ഒരു 3 സൈഡിലും കാണാൻ കഴിയുന്നത്. പക്ഷേ കുറച്ച് കംഫർട്ടബിൾ എന്ന് തോന്നുന്നതും കുറച്ച് സ്മൂത്തായിട്ടും ഫീൽ ചെയ്യുന്നത് 91ൻ്റെ ട്രൂപ്പറിൻ്റെ ഈ ഒരു സാഡിൽ തന്നെയാണ്. ഈ ഒരു 3 ബൈസൈക്കിളിൽ നിന്നും സ്പെക് ബൈസ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 91ൻ്റെ ട്രൂപ്പറാണ് മറ്റ് 2 ബൈസൈക്കിളിനെക്കാട്ടിയും ഒരു പടി മുമ്പിൽ നിൽക്കുന്നത്. രണ്ടാമത് ഫയർഫോക്സിൻ്റെ മിറ്റിയോറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിറ്റിയോർ എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഫ്രെയിം സൈസുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 21 എന്നുള്ള ഫ്രെയിം സൈസിലും അവൈലബിൾ ആണ്. ഹൈറ്റുള്ള ആളുകൾക്കുള്ള ഒരു ആശ്വാസമാണ് നമുക്കിന്ന് മിറ്റിയോർ എന്ന് പറയുന്ന വണ്ടി. കോസ്മിക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 വണ്ടികളെക്കാട്ടിയും പ്രൈസ് ബേസിൽ താഴെയാണുള്ളത്. ഫ്രെയിം സൈസ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്പെക്ക് കുറയുന്ന അനുസരിച്ച് കോസ്മിക്കിൻ്റെ പ്രൈസും കുറവാണ്. മിറ്റിയോറുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 5000 രൂപ അടുത്ത് കോസ്മിക്കിൻ്റെ പ്രൈസ് കുറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള കാര്യങ്ങളുണ്ട്. ഒന്നും പറയുമ്പോഴത്തേക്കും ഫയർഫോക്സ് എന്ന് പറയുന്ന വണ്ടിയാണെങ്കിലും 91 എന്ന് പറയുന്ന വണ്ടിയാണെങ്കിലും അതിൻ്റെ ബ്രാൻഡ് വാല്യൂ കൂടുതലാണ്. ആ ബ്രാൻഡ് വാല്യൂ കൂടിയത് കൊണ്ടാണ് ആ പ്രൈസും കൂടിയിരിക്കുന്നത്. മിറ്റിയോറും റീഗലുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 5000 രൂപ അടുത്ത് വ്യത്യാസമുണ്ട്. റീഗലും ട്രൂപ്പറുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2000 രൂപ അടുത്ത് വ്യത്യാസവും വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മത്സരത്തിൽ ആരാണ് വിജയിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 91 ട്രൂപ്പർ തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നാസർ സൈനിങ് ഓഫ്.